BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. പുതുവസ്ത്രങ്ങൾ ധരിച്ചും ഒത്തുചേർന്നും സ്നേഹം പങ്കുവച്ചും പ്രാർത്ഥനാ നിരതമായ ഈ ദിവസം സമ്പന്നമാക്കുകയാണ് വിശ്വാസികൾ. പ്രവാചകനായ ഇബ്രാഹിം മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി നൽകാനൊരുങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പാഠങ്ങൾ ഓർമ്മിച്ച വിശ്വാസികൾ ബലിപെരുന്നാൾ നിറവിലാണ്. ഏത് പ്രതിസന്ധിയിലും അചഞ്ചലമായ ദൈവവിശ്വാസം കൈവിടാത്ത ഇബ്രാഹിം നബിയുടെ ശൈലി ജീവിതത്തിലേക്ക് പകർത്താൻ ആഹ്വാനം നൽകുകയാണ് പെരുന്നാൾ. മക്കയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ തുടരുകയാണ്. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. കാത്തുകാത്തിരുന്നു ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ കൈവന്ന പുത്രനെ ദൈവകൽപ്പനയിൽ ബലി നൽകാൻ സന്നദ്ധനായ ഒരു മനുഷ്യന്റെ ത്യാഗോജലമായ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ ഓർമ്മകളിൽ പള്ളികളിലും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും ആശംസകൾ ചൊരിഞ്ഞും വിശ്വാസി കൂട്ടം സാഹോദര്യത്തിന്റെ ജീവിതപാഠം അടുത്ത തലമുറകളിലേക്ക് പകരും. തുടർന്ന് ബന്ധുമിത്രാദികളുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്ന വഴി ബന്ധുക്കൾക്ക് ഈടും പാവും നൽകുന്നതിലാകും ശ്രദ്ധ. പെരുന്നാൾ നമസ്കാരം പിന്നിടുന്നതോടെ പ്രധാന ചടങ്ങുകളിലൊന്നായ ബലിയിറക്കൽ കർമ്മങ്ങൾക്ക് തുടക്കമാകും. മഴ കണക്കിലെടുത്ത കോഴിക്കോട് കടപ്പുറത്ത് അടക്കം പലയിടങ്ങളിലും തുറസായ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ ഇത്തവണയുണ്ടായില്ല. ദൈവകൽപ്പനയ്ക്ക് മുന്നിൽ സ്വാർത്ഥതകളും ഇഷ്ടാനുഷ്ഠാനങ്ങളും ബലി നൽകാനുള്ളതാണെന്നും ബലിമൃഗത്തിന്റെ മാംസം ബന്ധുമിത്രാദികൾക്കും ദരിദ്രർക്കും ഇടയിൽ തുല്യമായി വീതിച്ചു നൽകുന്നതിലൂടെ ത്യാഗവും പങ്കുവെക്കലുമാണ് ജീവിതമെന്ന് പഠിപ്പിക്കുകയാണ് ഓരോ ബലിപെരുന്നാളും. ന്യൂസ് ഡെസ്ക് M5 Live. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.